സുമയ്യ, ഒരു സർജറി പെർഫോം ചെയ്യുമ്പോൾ അതൊന്ന് വെർച്വലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതൊരു നല്ലൊരു ഐഡിയ ആയിരിക്കും. പക്ഷെ അതൊക്കെ നടക്കുമെന്നാ? നടക്കുമെന്നാ? നടന്നു കഴിഞ്ഞു. അതെപ്പോഴെന്നാ? ഡിജിറ്റൽ ട്വിൻസ് എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ ഈ കാർ ക്രാഷിംഗ് ടെസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് തന്നെ സംഭവം. ഈ വിർച്വൽ ട്വിന്നിങ്ങും സർജറിയും തമ്മിൽ എന്താ ബന്ധം? അത് ശരി, എന്താ ഈ ഡിജിറ്റൽ ട്വിൻ? ഡിജിറ്റൽ ട്വിന്നിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫിസിക്കൽ ഒബ്ജക്റ്റിന്റെ വിർച്വൽ റിപ്രസെൻറ്റേഷൻ. പക്ഷെ അതും സർജറിയും തമ്മിൽ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? എടാ, ഈ ഒരു ഡിജിറ്റൽ ട്വിൻ നമ്മൾ സർജറിയിൽ ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിയുടെ വെർച്വൽ ട്വിന്നിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എക്സാക്ട് ക്യാരക്ടേഴ്സ് ആയിരിക്കും അത് കാണിക്കുക. അത് തന്നെ, അയാളുടെ സ്ട്രക്ചർ, ഓർഗൻസ് എങ്ങനെ വർക്ക് ചെയ്യും, ബിഹേവ് ചെയ്യും, റിയാക്ട് ചെയ്യും, അതങ്ങനെ തന്നെ വെർച്വലി റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ എന്താ ഓൾറെഡി ഉണ്ടാവുക? അപ്പോൾ ഈ ഒരു ആളെപ്പോലെ തന്നെ അല്ലെങ്കിൽ ആളുടെ ബോഡി റിയാക്ട് ചെയ്യണ പോലെ തന്നെ ഈ ഒരു വെർച്വൽ ട്വിൻ ബിഹേവ് ചെയ്യുമ്പോൾ സർജറി ഈസിയർ ആയിരിക്കും. അവൈലബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സിനെ ചൂസ് ചെയ്യാനും ഏതാൾക്ക് മാച്ച് ആവുമെന്ന് ഡിസൈഡ് ചെയ്യാനും. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് എന്ത് സംഭവിക്കുമെന്ന് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് തന്നെ, നമുക്ക് റിസ്ക് കുറയ്ക്കാനായിട്ട് ഒത്തിരി സാധിക്കും. അപ്പോൾ സർജറിയുടെ കാര്യം ഓക്കെ, അപ്പോൾ ഇത് ക്ലിനിക്കൽ ട്രയൽസിൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഹ്യൂമൻ ബോഡിയുടെ വെർച്വൽ റെപ്രസെൻറ്റേഷനാണ് അല്ലെങ്കിൽ ഒരു വെർച്വൽ ട്വിന്നിനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഹെൽപ്പോടുകൂടി ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലിനിക്കൽ ട്രയൽ പോലെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ നോർമൽ ഹ്യൂമൻ ബോഡിയുടെ ഒരു വെർച്വൽ ട്വിന്നിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു പെർട്ടിക്കുലർ ഡ്രഗ് എങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സാധാരണഗതിയിൽ നമ്മൾ ഗിനി പിഗ്സിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതെ, അതൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അതെ, ഓഫ്കോഴ്സ്. ഇങ്ങനെ ഒരു ആനിമൽ എക്സ്പ്ലോയിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ റിസ്ക്കും കുറയ്ക്കാൻ പറ്റും. നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സിൽ ഈ പെർട്ടിക്കുലർ പേഷ്യൻറ്റിന് ഏതാണോ ബെസ്റ്റ് മാച്ച് എന്നുള്ളത് ആ ഒരു ഡോക്ടർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കോമൺലി കേൾക്കുന്നില്ലേ ഈ വാക്സിൻ റിലേറ്റഡ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റും കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഡിജിറ്റൽ ട്വിന്നിങ് കൊണ്ട് പറ്റുമോ? അതിപ്പോൾ നമ്മളൊരു ഹ്യൂമൻ ബോഡിയുടെ റെപ്രസെൻറ്റേഷൻ ആകുമ്പോൾ അവരുടെ ബോഡി റിയാക്ഷൻ കാര്യങ്ങളൊക്കെ ഈ വെർച്വൽ ട്വിൻ കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് നമുക്കൊരു പരിധി വരെ ഇതൊക്കെ റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ യൂസ്ഫുൾ ആണ്. സർജറീസിന്റെ കാര്യവും മെഡിസിൻസിന്റെ കാര്യവും ഇപ്പോൾ പറഞ്ഞു. അതല്ലാതെ നമ്മളൊരു ഹെൽത്ത് കെയർ ഫീൽഡിൽ വേറെ ഏതൊക്കെ രീതിയിലാണ് ഇതിന് ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്? നമുക്കിപ്പോൾ എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ ഒരു ഫിസിക്കൽ പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ ഈ ഒരു എക്യുപ്മെൻറ്റ്സിൻ്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കും അത് പർച്ചേസ് ചെയ്യാണ്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ എഫിഷ്യൻസി, മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ ട്വിൻ വെച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിൽ ഇത് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. പക്ക ഒരു മെഡിക്കൽ ഫീൽഡിൽ മാത്രമല്ല, നമുക്ക് ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലേക്കും ഇത് യൂസ് ചെയ്യാം. ഹോസ്പിറ്റലിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പാൻഷൻ പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ ഒരു പ്ലാനിങ് പോലുള്ള പ്രോസസ്സ്. അതെ, ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ എന്തെങ്കിലും എക്സ്പാൻഷനോ അഡീഷനോ ഒക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ ഒരു ഡിജിറ്റൽ ട്വിന്നിനെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തേക്ക് അപ്ലൈ ചെയ്താൽ ഇത് എങ്ങനെയായിരിക്കും എഫക്റ്റീവ് ആവുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ടെക്നോളജീനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു റിയൽ ലൈഫ് സിറ്റുവേഷൻ പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു അസുഖമാണ് കൺജെനിറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിസീസിനൊക്കെ ഇതിനൊരു സൊല്യൂഷനായിട്ട് മാറാൻ പറ്റുമോ? ഓഫ്കോഴ്സ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞല്ലോ, ഡിജിറ്റൽ ട്വിന്നിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ ഫങ്ഷനിങ് അല്ലെങ്കിൽ അത് ബിഹേവ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ട്വിൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഏറ്റവും അതിന് മാച്ച് ആവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഡിസൈഡ് ചെയ്യാൻ ഈ ഒരു ഡോക്ടർക്ക് പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് വരുന്നത്. ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ നമുക്ക് ട്രാക്ക് ചെയ്യാനും അതിൻ്റെ പ്രോഗ്രഷൻ എങ്ങനെയാണ് പോകുന്നത്, ഇനി ഏതൊക്കെ ഓർഗനിലേക്ക് അത് സ്പ്രെഡ് ആകും എന്നുള്ളതൊക്കെ ഓൾറെഡി ഒരു മാപ്പിംഗ് നമുക്ക് ഇതിലൂടെ കിട്ടും. അതെ, ഡിസീസ് പ്രോഗ്രഷനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് വരും. ഓക്കെ, ഇത്രയും അഡ്വാൻസ്ഡ് ഒക്കെ ആയിട്ടൊരു ടെക്നോളജിയാണിത്. പക്ഷേ ഇന്ത്യ പോലൊരു കൺട്രിയിൽ ഇത് എത്രത്തോളം ആപ്ലിക്കബിൾ ആണ്? എനിക്ക് തോന്നുന്നു ഒരുപാട് എക്സ്പെൻസീവ് ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ ഇത് നമുക്ക് ഇന്ത്യയിൽ എത്ര ടൈം എടുക്കും ഇത് വരാനും അതുപോലെ ഇത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങാനും? നമുക്ക് ഇന്ത്യയിലെ TCS പോലെയുള്ള കമ്പനീസ് ഈ ഒരു ഡിജിറ്റൽ ട്വിന്നിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞ പോലെ തന്നെ യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് വളരെ കുറവാണ്. എന്നാലും ഒരു 2030 ഒക്കെ ആകുമ്പോഴേക്കും ഗ്ലോബൽ മാർക്കറ്റിൽ ഇതിനൊരു 3.5 ബില്യൺ റീച്ച് ഉണ്ടാവും എന്നാണ് കറൻ്റ്ലി ഒരു റിസർച്ചിൽ പറഞ്ഞിരിക്കുന്നത്. എക്സ്പെൻസ് തന്നെ ആയിരിക്കുമല്ലേ ഈ ഒരു ടൈം ലാഗിന് കാരണമായിട്ട് വരുന്നത്? നമ്മൾ ഈ ഒരു മെത്തേഡിൽ യൂസ് ചെയ്യുന്നത് AI, മെഷീൻ ലേണിംഗ്, ഡാറ്റ അനലിറ്റിക്സ് പോലെയുള്ള കാര്യങ്ങളാണ്.
അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരിക്കും. ഇപ്പോൾ ഹെൽത്ത് കെയർ ഫീൽഡിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയാണ് ഈ ഡിജിറ്റൽ ട്വിന്നിങ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമ്മുടെ ഇന്ത്യയിൽ പ്രിവെയിലിംഗ് ആവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അതെ.